എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. വിവാഹം പോലെയുള്ള വിശേഷ സന്ദർഭങ്ങൾ എല്ലാവർക്കും ആഘോഷമാണ്. മണവാളനും മണവാട്ടിയും മാത്രമല്ല, ക്ഷണിക്കുന്നവരും ക്ഷണിക്കപ്പെടുന്നവരുമെല്ലാം പ്രത്യേക തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും നടത്തി ആ സന്ദർഭത്തെ അവിസ്മരണീയമായ ആഘോഷമാക്കുകയാണല്ലോ പതിവ്. അപ്രകാരം ക്ഷണിക്കപ്പെടുന്ന ആഘോഷവേളകളിൽ നാം ഉപയോഗിക്കുന്ന വസ്ത്രരീതികളും അവിടെയുള്ള നമ്മുടെ പെരുമാറ്റ രീതികളും മണവാളനും മണവാട്ടിക്കും നാം നൽകുന്ന ആദരവിൻ്റെയും മംഗള ആശംസകളുടെയും എല്ലാം സൂചന കൂടിയാണ്. അവിടെ നാം ആരും ആ സന്ദർഭത്തിൻ്റെ പ്രൗഢിയെ കളങ്കപ്പെടുത്തുന്ന തരത്തിൽ പെരുമാറാറില്ലല്ലോ. എന്നാൽ ഒരു രാജാവിൻ്റെ മകൻ്റെ കല്യാണ വിരുന്നിന് കളങ്കം വരുത്തത്തക്ക വിധം കല്യാണ വസ്ത്രമില്ലാതെ വിരുന്നുശാലയിൽ കടന്നു വന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കർത്താവ് തൻ്റെ ഒരു ഉപമയിൽ പ്രതിപാദിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 12-ാം വാക്യം. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിക്കുന്നു. അവന് ഉത്തരം മുട്ടിപ്പോയി എന്നാണ് ആ ഭാഗം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള ഭാഗത്ത് ആ സംഭവത്തിന്റെ വിശദമായ പ്രതിപാദനം ഒരു ഉപമയിലൂടെയാണ് കർത്താവ് പറയുന്നത്. ഒരു രാജാവ് സ്വന്തം മകന്റെ കല്യാണ സദ്യയ്ക്ക് ആദ്യം ഒരു ക്ഷണം നടത്തുന്നു. സാധാരണ നിലയിൽ രാജാക്കന്മാരുടെ മക്കളുടെ കല്യാണത്തിന് ക്ഷണം ലഭിക്കുന്നവർ രാജാവിന്റെ നിലവാരത്തിന് തുല്യതയുള്ള ഉന്നത കുലജാതന്മാരും ഉന്നത ഔദ്യോഗിക സ്ഥാനികളും സമൂഹത്തിലെ മാന്യ വ്യക്തികളുമാണ്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായ വേളയിൽ അവരെ വീണ്ടും ഓർമ്മപ്പെടുത്തുവാനായിട്ട് പരിചാരകരെ അയക്കുമ്പോൾ അവർ തങ്ങളുടേതായ അത്യാവശ്യ ജോലി തിരക്കുകളുടെ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് പിന്മാറിപ്പോവുകയാണ്. ശേഷിച്ചവർ രാജാവിൻ്റെ ഭൃത്യന്മാരെ അപമാനിച്ച് കൊന്നുകളഞ്ഞു. കോപിഷ്ഠനായ രാജാവ് തൻ്റെ ഭൃത്യന്മാരെ കൊന്നുകളഞ്ഞവരെ നശിപ്പിക്കുകയും അവരുടെ പട്ടണങ്ങൾ തീവച്ച് ചുട്ടുകളയുകയും ചെയ്തു. വീണ്ടും രാജാവ് മറ്റൊരു ക്ഷണക്കത്ത് തയ്യാറാക്കുന്നു. ഇത്തവണ മുൻപത്തേതിൽ നിന്ന് വ്യത്യസ്തമായി വഴിത്തലയ്ക്കലും പെരുവഴിയിലും കാണുന്ന സകലരെയും ക്ഷണിക്കുവാൻ രാജാവ് ആവശ്യപ്പെട്ടു. ക്ഷണിക്കപ്പെട്ടവരെല്ലാവരും വന്നു. വിരുന്നുശാല നിറഞ്ഞു. വിവാഹ ചടങ്ങുകൾ ആരംഭിക്കുകയായി. അതിന് മുൻപായി ഇതാ ഒരു പ്രത്യേക ചടങ്ങ്. രാജാവ് വിരുന്നുകാരെ ഓരോരുത്തരെയായി കാണുവാൻ നേരിട്ട് എഴുന്നള്ളുന്ന ചടങ്ങ്. ഓരോരുത്തരുടെയും അടുക്കലേക്ക് രാജാവ് കടന്നു വന്ന് ക്ഷേമം ചോദിക്കുന്നു, കുശലം പറഞ്ഞ് നീങ്ങുന്നു. അപ്പോൾ അതാ ഒരാൾ കല്യാണ വസ്ത്രമില്ലാതെ രാജകീയ വിവാഹത്തിന് അനുയോജ്യമല്ലാത്ത വേഷത്തിലകത്ത് പ്രവേശിക്കുന്നു. അവനോട് രാജാവ് ചോദിക്കുന്നു, സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് എങ്ങനെ കടന്നു വന്നു? അവന് രാജാവിൻ്റെ മുൻപിൽ ഉത്തരമില്ലാതെ പരുങ്ങുന്നു. അവൻ അവിടെ വിളറി നിൽക്കുകയാണ്. അവനെ പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുവാൻ രാജാവ് കൽപ്പിക്കുന്നു. ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള ചില സത്യങ്ങളുണ്ട്. ദൈവരാജ്യത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ രീതിയാണ് നാം ഇവിടെ കാണുന്നത്. 3 റൗണ്ടുകളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒന്നാമത്തെ റൗണ്ടിൽ അനേകർ വിളിക്കപ്പെടുന്നു, പക്ഷേ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ചുരുക്കമാണ്, അല്ലെങ്കിൽ ആരുമില്ല എന്ന അവസ്ഥയാണ്. മാമോദീസായിലൂടെ വിളിക്കപ്പെട്ടവരാണ് സകല ക്രിസ്ത്യാനികളും. ചില ഉദ്യോഗങ്ങൾക്കുള്ള എഴുത്ത് പരീക്ഷ പോലെയാണിത്. എഴുത്ത് പരീക്ഷയിൽ തന്നെ വലിയ ഒരു വിഭാഗം തള്ളപ്പെടുന്നു. പരീക്ഷയുടെ ഗൗരവം അറിയാതെയും നല്ല തയ്യാറെടുപ്പില്ലാതെയും ക്ഷണിച്ചവരുടെ മഹത്വം മനസ്സിലാക്കാതെയും പെരുമാറുന്നവരാണിവർ. ദൈവരാജ്യ മഹത്വത്തിനായി ക്ഷണിക്കപ്പെടുന്നവർ ദൈവത്തിനും ദൈവരാജ്യത്തിനും മഹത്വം കൊടുക്കാതെ ഈ ലോകത്തിൻ്റെ പ്രൗഢിയുടെയും സ്വാധീനങ്ങളുടെയും പിന്നാലെ പരക്കം പായുമ്പോൾ അവർ സ്വാഭാവികമായി തന്നെ തള്ളപ്പെടുകയാണ്. രണ്ടാമത്തെ റൗണ്ടിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തവർ, യോഗ്യതയില്ല എന്ന് സ്വയം കരുതിയവർ, ദുഷ്ടന്മാരും കൊള്ളരുതാത്തവരും എന്നൊക്കെ സമൂഹം വിധി എഴുതിയവർ എല്ലാവർക്കും അകത്ത് പ്രവേശിക്കുവാൻ അവസരം കൊടുക്കുകയാണ്. എല്ലാവർക്കും പ്രവേശിക്കുവാൻ അവസരം ലഭിച്ചതിലൂടെ ഈ ദൈവരാജ്യത്തിൻ്റെ പ്രവേശനത്തിന് പ്രത്യേക നിബന്ധനകളൊന്നുമില്ലേ എന്ന സംശയം ചിലരുടെയൊക്കെ മനസ്സിൽ തോന്നിയേക്കാം. എന്നാൽ ആ റൗണ്ടിലെ വിജയം നിർണ്ണയിക്കുന്നത് 3ാമത്തെ റൗണ്ട് നാം കാണുമ്പോഴാണ്. 3ാമത്തെ റൗണ്ടിൽ രാജാവിൻ്റെ നേരിട്ടുള്ളൊരു അഭിമുഖ പരിശോധന നടക്കുന്നു. രാജാവ് ഓരോരുത്തരുടെയും അടുക്കൽ എത്തുകയാണ്. ഓരോരുത്തരെയും കൃത്യമായി പരിശോധിക്കുകയാണ്. കല്യാണ വസ്ത്രമുണ്ടോ എന്ന് മാത്രമാണ് രാജാവിൻ്റെ നോട്ടവും പരിശോധനയും. ഇതില്ലാത്തവനെ കണ്ടുപിടിക്കുന്നു, കാരണം തിരക്കുന്നു, അവന് മറുപടി ഇല്ലാതാകുന്നു. അവൻ രാജാവിൻ്റെ മുൻപിൽ വിളറി നിൽക്കുകയാണ്. അവനെ കയ്യും കാലും കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുവാൻ രാജാവ് കൽപ്പിക്കുന്നു. ഇവിടെയാണ് 2ാമത്തെ റൗണ്ടിൽ വഴിയിൽ കണ്ട നല്ലവനെയും ദുഷ്ടനെയും എല്ലാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അനുവദിച്ചത് അനൗചിത്യമായി പോയി എന്ന് ചിന്തിക്കുന്നവർക്ക് മറുപടി ലഭിക്കുന്നത്. വഴികരികിലും വേലിത്തലയ്ക്കലും ഒക്കെ ഉണ്ടായിരുന്നവരായിരുന്നു എങ്കിലും
അവർക്ക് കല്യാണ വസ്ത്രം ഉണ്ടായിരുന്നു എന്നത് ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അവസാന നാളിൽ കർത്താവിൻ്റെ ഈ ഒരു ചോദ്യത്തിന് മുൻപിൽ ഉത്തരം മുട്ടിപ്പോകുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും ദയനീയവും ഭീകരവും ശോചനീയവുമായ അവസ്ഥ. കല്യാണ വസ്ത്രം എന്നത് അനുദിന ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കുന്ന ക്രിസ്തീയ മൂല്യങ്ങളിലൂടെ ലഭിക്കുന്ന തേജസ്സാണ്. ഇത് ഒരു ദിവസം കൊണ്ട് നേടാവുന്നതല്ല. എത്രനാൾ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ നമുക്ക് അവസരം തരുന്നുവോ അത്രയും നാളും യേശു ക്രിസ്തുവിൻ്റെ വചനത്തിന് പിന്നാലെ മാത്രം യാത്ര ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന പ്രത്യേക സമ്മാനമാണത്. വഴിയരികിൽ കണ്ടവനും ഉണരുതാത്തവനെന്ന് ജനം മുദ്ര കുത്തിയവനുമെല്ലാം കർത്താവിന് നേരിട്ടുള്ള പരിശോധനയിൽ കല്യാണ വസ്ത്രം ഉണ്ടായിരുന്നു എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ വിരുന്നുശാലയിലെ സീറ്റ് ഉറപ്പാക്കുന്നു. അവിടെ ആ വസ്ത്രമില്ലാത്തവനെ കർത്താവ് തിരിച്ചറിഞ്ഞ് പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു. ആകയാൽ സ്നേഹിത, നിന്റെ കല്യാണ വസ്ത്രം എവിടെ എന്ന ചോദ്യത്തിന് മുൻപിൽ ഉത്തരം മുട്ടിപ്പോകാതെ ഇരിപ്പാൻ നമുക്ക് കഴിയട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്രയുടെ ആത്യന്തിക ലക്ഷ്യം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.